Hi guys, welcome to my YouTube channel. So ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. കാരണം ഒരാളോട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് എങ്ങനെ എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയി ഫേസ് ചെയ്ത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോ. സോ ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് എറ്റ് എ പോയിന്റ് നമ്മൾക്ക് എല്ലാവർക്കും ടെൻഷൻ വരുന്ന ഒരു കാര്യമാണല്ലോ കമ്മ്യൂണിക്കേഷൻ. So let's get into the video. So ഞാൻ ബേസിക്കലി എല്ലാവരോടും പെട്ടെന്ന് എന്താ പറയുക ഫ്രണ്ട്ലി ആവുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ സംസാരിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാരണം എൻ്റെ പേരൻസ് രണ്ടുപേരും ടീച്ചിങ് ഫീൽഡിൽ നിന്നാണ്. സോ ബേസിക്കലി ആ ഒരു സംഭവം ജനറ്റിക്കലി കിട്ടിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവർ രണ്ടുപേരും സംസാരിച്ച ആൾക്കാരെ എന്താ പറയുക കൺവിൻസ് ചെയ്യാൻ ഭയങ്കര കഴിവുള്ളവരാണ്. കാരണം അത് അവരുടെ പ്രൊഫഷൻ ആണല്ലോ. സോ ഒബ്വിയസ്ലി അവരിൽ നിന്ന് നമ്മളത് എക്സ്പെക്ട് ചെയ്യണം. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ സംസാരിച്ചാലേ കാര്യം നടക്കുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായ ഒരു പോയിന്റ് ഉണ്ട്. ആ ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തത്. ആ പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം, ഞാൻ അന്ന് പഠിച്ചത് കോഴിക്കോട് സിൽവർ ഹിൽ സ്കൂളിലാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ക്ലാസ് ചുമ്മാ കട്ട് ചെയ്യാൻ വേണ്ടി ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി സ്കൂളിൽ ആർട്സ് ഫെസ്റ്റ് നടന്നപ്പം, ആർട്സ് ഫെസ്റ്റ് എന്ന് വെച്ചാൽ കലോത്സവം നടന്നപ്പം, ഞാൻ ചുമ്മാ ഒരു ഇവന്റിന് പേര് കൊടുത്തു, ഇംഗ്ലീഷ് എക്സ്റ്റംപർ സ്പീച്ച്. ഇംഗ്ലീഷ് എക്സ്റ്റംപർ സ്പീച്ച് എന്ന് പറഞ്ഞാൽ നിമിഷപ്രസംഗം. അതായത് നമ്മൾ സ്റ്റേജിൽ കയറുന്ന 2 മിനിറ്റ് മുന്നേ നമുക്കൊരു വിഷയം തരും, അതിനെപ്പറ്റി നമ്മൾ 5 മിനിറ്റെങ്കിലും സംസാരിക്കണം. സോ എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായില്ല. ഞാൻ കയറുന്നതിന് മുന്നേ എനിക്ക് ടോപ്പിക് തന്നു. ടോപ്പിക് വാസ് സിമ്പിൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്. അതായിരുന്നു വലിയ കാര്യം. ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് അടിപൊളി ആയത് കാരണം എനിക്ക് ഫസ്റ്റ് കിട്ടി. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല. അതിനുശേഷം സബ് ജില്ലാ കലോത്സവത്തിലോട്ട് എന്നെ സെലക്ട് ചെയ്തു. അപ്പം ഞാൻ അന്ന് UP വിഭാഗത്തിലാണ്. സബ് ജില്ലാ കലോത്സവത്തിലോട്ട് സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള സംഭവമാണ്. അവിടെ ചെന്നപ്പം എനിക്ക് തന്ന ടോപ്പിക് യുവർ റോൾ മോഡൽ. എൻ്റെ റോൾ മോഡൽ ആരാണ്. അപ്പം ഞാൻ എൻ്റെ പപ്പയാണ് എൻ്റെ റോൾ മോഡൽ എന്നുള്ള രീതിയിൽ സ്പീച്ച് കൊടുത്തു. അവിടെയും എനിക്ക് ഫസ്റ്റ് കിട്ടി. സോ നെക്സ്റ്റ് തിങ് ഇസ് ഡിസ്ട്രിക്ട് ലെവൽ യൂത്ത് ഫെസ്റ്റിവൽ, അതായത് ജില്ലാ കലോത്സവം. അതോടുകൂടി കഴിഞ്ഞു, കാരണം UP വിഭാഗമാണല്ലോ. അവിടെ എൻ്റെ ടോപ്പിക് വാസ് മുല്ലപ്പെരിയാർ ഡാം ഇഷ്യൂ. മുല്ലപ്പെരിയാർ ഡാം ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അതിനെപ്പറ്റി എന്താ അറിയാന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ അറിയായിരുന്നു. ബിക്കോസ് പപ്പയും മമ്മിയും ന്യൂസ് കാണുന്ന കാരണം എനിക്കറിയാം ഈ ഡാം പൊട്ടിയാൽ കേരളത്തിൽ പ്രശ്നം ഉണ്ടാവും, അത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള പ്രശ്നമാണ്, ഗവൺമെന്റൽ ഇഷ്യൂ ആണെന്ന്. ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാം. ഇത്രയും കാര്യങ്ങൾ വെച്ചും എൻ്റെ അൽക്കുലത്തെ ഇംഗ്ലീഷ് വെച്ചും ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ഫലിപ്പിച്ച് എനിക്ക് ആ ഒരു കോൺഫിഡൻസും ആ ഒരു തീയും ഉണ്ടായിരുന്നു. ഈ കലോത്സവമൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ സീനാകും, പേപ്പറിലൊക്കെ ഫോട്ടോ വരും എന്നുള്ള ഒരു സംഭവം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അത്യാവശ്യം നന്നായി പറഞ്ഞു. ആൻഡ് ഐ ഗോട്ട് ഫസ്റ്റ്. അവിടെ മുതലാണ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ടാലൻറ്റ് ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഐ ക്യാൻ എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് എന്ന് ഞാൻ മനസ്സിലാക്കിയ ആ ഒരു പോയിന്റ് മുതൽ എൻ്റെ പേരൻസും എൻ്റെ കൂടെ നിന്നു. ദാറ്റ്സ് ഹൗ ഐ സ്റ്റാർട്ടഡ് ബിൽഡിങ് മൈ സെൽഫ്. പിന്നെ എല്ലാ വർഷവും ഈ ഒരു ഇവന്റിന് ഞാൻ സ്കൂളിൽ നിന്നും പോവായിരുന്നു. സോ ഈ ഒരു പോയിന്റിലാണ് ഞാൻ എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇത്രയും ലെവലിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. ഇതുപോലെ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു പോയിന്റ് ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ക്രാക്ക് ചെയ്യുന്ന ഒരു പോയിന്റ്. എനിക്കത് ക്രാക്ക് ചെയ്യാല്ല, ഞാൻ റിയലൈസ് ചെയ്യുക ചെയ്ത് ഇത് എൻ്റെ ടാലന്റ് ആണെന്ന്. അങ്ങനെ ഒരു ടാലന്റ് എല്ലാവരുടെ ഉള്ളിലുണ്ട്. ആ ടാലന്റ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മൾ ഹൈഡ് ചെയ്യരുത്. ബിക്കോസ് നമ്മൾ ചിലപ്പോൾ ലൈഫിൽ രക്ഷപ്പെടാൻ പോകുന്നത് ആ ഒരൊറ്റ സംഭവം കൊണ്ടായിരിക്കും. അതുകൊണ്ട് എൻ്റെ മമ്മി എന്നോട് എപ്പോഴും പറയും, നീ നിന്റെ നാവിൻ്റെ ബലത്തിൽ രക്ഷപ്പെടുന്നു. കാരണം ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഞാൻ കാര്യം സംസാരിച്ച് ഫലിപ്പിക്കും. ഒരാളെ പറഞ്ഞ് ഞാൻ തോപ്പിക്കുകയും ചെയ്യും. അത് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം, പൊട്ട കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. സോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു കഴിവല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ റെഡി ആയിരിക്കണം. ബിക്കോസ് ദിസ് ഈസ് എ കോമ്പറ്റിറ്റീവ് വേൾഡ്. ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ ഒരു ഗെയിം പോലെ നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ച് ഫലിപ്പിക്കാൻ പറ്റില്ലെങ്കിലും കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കണം. ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ സംസാരിക്കാന്ന് പറയില്ലേ, അതുപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി പോലും തരാൻ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. ഈവൻ ഇഫ് അതൊരു വെയർ ഹൗസിലാണെങ്കിൽ പോലും. കാരണം എല്ലായിടത്തും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മതി.
സോ എവിടെ ചെന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു ഫയർ വേണം. ഫയർ ആസ് ഇൻ ഇത് എൻ്റെ ആവശ്യമല്ല, എൻ്റെ അത്യാവശ്യമാണ്. ആ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ വേണം. ആ ഒരു സംഭവം കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം നമ്മുടെ സർവൈവൽ നമ്മുടെ കയ്യിലാണെന്ന് നമ്മൾ മനസ്സിലാക്കിയ പിന്നെ ആർക്കും നമ്മളെ പുറകോട്ട് വലിക്കാൻ പറ്റില്ല, അല്ലേ? പിന്നെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് അല്ലെ പരിചയമുള്ള ആൾക്കാരോട് നമുക്ക് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അച്ഛനോടോ അമ്മയോടോ സിബ്ലിങ്സിനോടോ ഫ്രണ്ട്സിനോടോ ഒന്നും സംസാരിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ നല്ല കൂളായിട്ട് അവരോട് സംസാരിക്കും. അതേസമയം നമുക്ക് അറിയാത്ത ഒരാളോട് അല്ലെങ്കിൽ ഈവൻ ഇഫ് അതൊരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണെങ്കിൽ പോലും നമുക്ക് സംസാരിക്കാൻ ഭയങ്കര ടെൻഷനാ, അല്ലേ? ആ ടെൻഷൻ എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെ അവർ നമ്മളെ അതിൻ്റെ ഒരു ബേസിൽ ജഡ്ജ് ചെയ്യോ എന്നൊക്കെയുള്ള ഒരു തോട്ട് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ചിന്ത വരുന്നത്. അതായത് തോൽവി എന്നുള്ളൊരു സംഭവം ആക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെ ഞാനൊരു മണ്ടനല്ലേ മണ്ടിയാവും അവരുടെ മുന്നിൽ എന്നുള്ളൊരു സംഭവം ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഉൾവലിയുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ നമുക്ക് ഫെയിലിയർ കൂടി ഉണ്ടെങ്കിലേ ലൈഫിൽ ഒരു രസമുള്ളൂ, അല്ലേ? നമ്മൾ മണ്ടനായിട്ടോ മണ്ടിയായിട്ടോ ആർക്കും ചിത്രീകരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് സംബഡി എൽസ് ദാറ്റ് ജഡ്ജസ് യു, ഇറ്റ്സ് യു യുവർ സെൽഫ്. മറ്റൊരാൾ തരുന്ന സീലിന്റെ പുറത്തല്ല നമ്മുടെ ലൈഫ് ഇരിക്കുന്നത്, അത് നമ്മുടെ കയ്യിലാണ്. അപ്പം നമുക്ക് അങ്ങനെ സക്സീഡ് ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആരെന്ത് വിചാരിച്ചാലും പോട്ടെ എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തണം. കാരണം ആഫ്റ്റർ ഓൾ നമ്മളെ നമുക്കറിയുന്ന അത്രയും ആർക്കും അറിയില്ല. സോ ഉള്ളില് നമ്മളോട് തന്നെ ഒരു മതിപ്പ് വേണം. ഞാൻ എന്ത് പറഞ്ഞാലും ആൾക്കാർ എന്ത് ചിന്തിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ച് എഫക്റ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. അവിടെയാണ് നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുക. സോ ഡോണ്ട് തിങ്ക് അബൌട്ട് വാട്ട് പീപ്പിൾ ആർ ഗോയിങ് ടു തിങ്ക് അബൌട്ട് യു, ബിക്കോസ് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. ആൾക്കാർ നമ്മളെപ്പറ്റി എന്തെങ്കിലും ചിന്തിച്ചാൽ അടുത്ത നിമിഷം അവരത് മറന്നു, ബിക്കോസ് അവർ അടുത്ത ആളെ പറ്റി ചിന്തിക്കും. പക്ഷെ നമ്മളെ പറ്റി ചിന്തിച്ചാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റൂ. സോ തിങ്ക് അബൌട്ട് യുവർ സെൽഫ് വെൻ യു ഫീൽ എ ലിറ്റിൽ ഡൗൺ. ഓക്കെ, അതാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റേക്സ് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവോ, കാരണം എനിക്ക് അത്ര ഇംഗ്ലീഷ് അറിയില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയൊക്കെ നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് തെറ്റി എന്ത് ചെയ്യും എന്നുള്ള ഒരു തോട്ട് നമ്മൾ ഇങ്ങനെ പിന്നോട്ട് വലിക്കും. ഫെയിലിയറും കാര്യങ്ങളൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അവിടെയാണ് നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാവുക. സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചൊന്ന് സംസാരിച്ചു നോക്കാം ആരോടെങ്കിലും. ഷുവറായിട്ടും നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. ബിക്കോസ് നമ്മുടെ ലൈഫിന്റെ ഒരു താക്കോലിരിക്കുന്നത് നാവിലാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ എങ്ങനെ ഒരാളോട് സംസാരിക്കുന്നോ ആ ബേസിസിലായിരിക്കും ഒബ്വിയസ്ലി അയാൾ നമ്മളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരാളോട് വലിയ സുഖമൊന്നും ഇല്ലാതെ എന്താ പറയുക ഭയങ്കര ലോ പ്രഷറായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം അവർ വിചാരിക്കും ഈ പുള്ളിയോട് സംസാരിച്ചിട്ട് വലിയ കാര്യമില്ല, ബിക്കോസ് ലോ പ്രഷർ ആള്. പക്ഷെ നമ്മൾ എനർജറ്റിക് ആയിട്ട് കോൺഫിഡൻസ് ആയിട്ട് ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുമെന്ന് മാത്രമല്ല ബാക്കിയുള്ളവർക്ക് നമ്മളോട് റെസ്പെക്റ്റും ഉണ്ടാവും. ബിക്കോസ് എവറിഥിങ് കംസ് ഫ്രം യുവർ ടങ്. അതേപോലെ നാവ് പഴിച്ച ബാക്കി കാര്യങ്ങൾ ആ വഴിക്ക് പോകും. കാരണം നാവാണ് എല്ലാം. നമുക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടണമെങ്കിലും അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകണമെങ്കിലും ഈ ഒരൊറ്റ സംഭവം മതി, യുവർ ടങ്. സോ കോൺഫിഡൻറ്റ് ആയിട്ട് സംസാരിക്കുക. ഉള്ളിൽ ഒരു സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് ഉണ്ടാവണം. ഞാൻ എന്ത് പറയുന്നത് തെറ്റിയാലും ഒരു കുഴപ്പമില്ല, കാരണം എനിക്ക് കറക്റ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ് അത്. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം ചെയ്യാൻ. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ അതൊക്കെ ഇൻബിൽറ്റ് ആണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കണ്ട. ഇംഗ്ലീഷ് അറിയില്ലെങ്കിലോ തമിഴ് അറിയില്ലെങ്കിലോ ഒന്നും കുഴപ്പമില്ല, വെച്ച് കാച്ചുക. കാരണം ഓൾ ദീസ് തിങ്സ് ക്യാൻ ബി അക്വയർഡ് ഒൺലി വെൻ യു പ്രാക്ടീസ് ഇറ്റ്. ഒരു ഭാഷാ പ്രാവീണ്യം ജന്മനാ നമുക്ക് കിട്ടണമെന്നില്ല. നമ്മുടെ മദർ ടങ് അല്ലാതെ ഏതൊരു ഭാഷയും നമുക്ക് ഫ്ലുവൻ്റ് ആയി സംസാരിക്കണമെങ്കിൽ പ്രാക്ടീസ് വേണം. മലയാളം നമ്മൾ അടിപൊളിയായിട്ട് പറയും, അതേസമയം ഇംഗ്ലീഷിലേക്ക് വരുമ്പം നമുക്ക് ചിലപ്പോൾ ഒരു തപ്പലും തടയിലൊക്കെ വരും. ഇപ്പം തെലുഗോ അല്ലെ ഹിന്ദിക്ക് ആണെങ്കിൽ അവിടെയും ഒരു തപ്പലും തടയിലും വരും, കാരണം അത് ജന്മനാ നമുക്ക് അറിയുന്ന കാര്യമല്ല. സോ അത്തരം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. പലവട്ടം തെറ്റിൽ നിന്ന് അതൊരു ശരിയിലോട്ട് എത്തുന്ന ഒരു പോയിന്റും ഡെഫിനറ്റ്ലി ഉണ്ടാവും. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെപ്പോലെ മനുഷ്യന്മാരാ. ആർക്കും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നും ദൈവം കൊടുക്കില്ല. നമുക്കൊക്കെ ചില കാര്യങ്ങളെ
എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൂ. ചില കാര്യങ്ങളിൽ നമ്മൾ അടിപൊളിയായിരിക്കും, ചില കാര്യങ്ങളിൽ നമ്മൾ ഒരു മോഡറേറ്റ് ആയിരിക്കും, ചില കാര്യങ്ങളിൽ നമ്മൾ അത്ര അടിപൊളിയായിരിക്കില്ല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ഇൻപുട്ട് നമ്മൾ ഇടുമ്പം നമ്മൾ മോഡറേറ്റ് എന്നുള്ള നിലയിൽ നിന്ന് ഒരു ഹയർ ലെവലിലേക്ക് കയറും. ബിക്കോസ് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യുമ്പം ഡെഫിനറ്റ്ലി അതിനുള്ള ഇമ്പ്രൂവ്മെന്റും ഉണ്ടാവും അല്ലേ. കുറേ പഠിക്കുമ്പോഴാണ് എക്സാമിന് നല്ല മാർക്ക് കിട്ടുക. കുറച്ച് പഠിച്ചാൽ കുറച്ച് മാർക്ക്, കുറേ പഠിച്ചാൽ കുറേ മാർക്ക്. അത് തന്നെ ഇവിടെയും ആപ്ലിക്കബിൾ ആ. കുറേ എഫേർട്ട് ഇടുമ്പം ഇവൻച്വലി ഒരു ദിവസം അതിനുള്ള റിസൾട്ട് നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടും. സോ ഇത് തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും മനസ്സിലാക്കേണ്ടത്. നമ്മൾ കുറേ ആൾക്കാരെ കണ്ടാലും എല്ലാവരും ഒരു ഇൻഡിവിജ്വൽ ആണ്, എല്ലാവരും അവരവരുടെ രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നമ്മൾ മനസ്സിലാക്കണം, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പലരും പലതും ചിന്തിച്ചോട്ടെ, പക്ഷെ നമുക്കൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണേ നമ്മൾ ആ ഒരു എഫേർട്ട് ഇടണം. മിസ്റ്റേക്സ് ഉണ്ടാവും, മനുഷ്യരാണ്, ഇതൊക്കെ സംഭവിക്കും. പക്ഷേ ഇഫ് യു ഡോണ്ട് പുട്ട് എൻ എഫേർട്ട്, എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ റിഗ്രറ്റ് ചെയ്യും. ഞാൻ പണ്ടിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഞാൻ അടിപൊളി ആയേനെ, അല്ലെങ്കിൽ അവർ ചെയ്ത പോലെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയേനെന്ന്. So you have to learn, relearn and unlearn a lot of things to improve your communication. പിന്നെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എല്ലാവരും അവരവരുടെ രീതിയിൽ യുണീക്കാണ്, അതിൽ നമ്മൾ വിശ്വസിക്കണം. ആരും ആരെക്കാട്ടും വലുതും അല്ല ചെറിയതും അല്ല. ഓരോ മനുഷ്യനും അവനവൻ്റെതായ രീതിയിൽ യുണീക്കാണ്. അതെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നു, അന്നേ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. സോ നമ്മൾ ആരും ജഡ്ജ് ചെയ്യാൻ ആരും അല്ല. നമ്മളിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് വരുത്തണമെങ്കിൽ നമ്മളിൽ തന്നെ വിശ്വസിക്കണം. മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും അതെനിക്ക് ഹെൽപ്ഫുൾ ആവാൻ പോകുന്നില്ല എന്നുള്ളൊരു ചിന്തയും വേണം. സോ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ലൈഫിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്തു, എൻ്റെ പേരൻസും എന്നെ ഹെൽപ്പ് ചെയ്തു, എനിക്ക് കുറെ നല്ല ഫ്രണ്ട്സും ഉണ്ടായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ. സോ ബേസിക്കലി കുറെ പേര് എന്നെ പുഷും ചെയ്തു, ഞാൻ എന്നെ സ്വയം പുഷ് ചെയ്തു. ബിക്കോസ് ദിസ് ഇസ് ഹൗ ഐ സർവൈവ്ഡ്. സോ നിങ്ങൾക്കും ഇത് പറ്റും, എല്ലാവർക്കും ഇത് പറ്റും. പക്ഷെ കുറച്ച് നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്യണം. ബിക്കോസ് ഈ ലോകം അങ്ങനെയാണ്, കോമ്പറ്റീറ്റീവ് ആണ്. ഒന്ന് നന്നായി ഒന്ന് ഹാപ്പിലി സെറ്റിൽഡ് ആവണമെങ്കിൽ ഇതൊക്കെ അത്യാവശ്യമാണ്. So I hope this video has helped a lot of people. വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.